സ്റ്റാർ ഓട്ടോ റിപ്പയർ സെന്റർ, ന്യൂജേഴ്സി. നിങ്ങളുടെ എല്ലാവിധ വാഹനങ്ങളും ഫോറിൻ, ഡൊമസ്റ്റിക് ഏതായാലും മിതമായ രീതിയിൽ റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. സ്റ്റാർ ഓട്ടോ റിപ്പയർ സെന്റർ, ന്യൂജേഴ്സി. മണ്ണിന് പൊന്നിൻ വിലയുള്ളോരോ പട്ടണമല്ലേ ചാരത്ത്. കോലം ബഹുകേമം ഇനി ഞാനും ഓടേണ കൂട്ടാരെ കലികാലം ഇനിയില്ല കാലം. ഓരോരോ മോഹത്തിൻ തേരേറി പോയിടാം, ആകാശം മേഘം തൊട്ടേ ദൂരെ ചേരാം. കളിയും ചിരിയും തുടരാമിനിയും കരയൽ വഴിയല്ലേ. ഓരോരോ മോഹത്തിൻ തേരേറി പോയിടാം, ആകാശം മേഘം തൊട്ടേ ദൂരെ ചേരാം. പാടാനും പാടാനും നാടാകെ ചുറ്റാനും നാടോടി തുമ്പി ഞാനോ കൂടെ കൂടിയിടാം. രാവിലെ തുടങ്ങിയതാണ് ഒടുക്കത്തെ കുടി. എവിടെ പോയി കിടക്കുവാടി? ഇത് എത്ര നേരം വിളിക്കണു? ടച്ചിങ് പറഞ്ഞ ടച്ചിങ് കൊണ്ടുവരാൻ. നീ ആരണോ എടി പൊടി വിളിക്കാൻ? നിനക്കെന്താ അവകാശം? നിന്നെ ഞാൻ ഇറങ്ങിപ്പോടാ. എടി പൊടി വിളിക്കാനേ എന്റെ ഭർത്താവുണ്ട്. എടാ മനുഷ്യ, നിനക്കൊന്നും പറയാനില്ലേ? ഇതൊക്കെ ഒരു രസല്ലേ? ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്താ പോരെ? എന്റെ സ്മോള് തല തല്ലി ചാവണല്ലോ. അയ്യോ എന്റെ അച്ചാർ. എന്താ പ്രശ്നം മനജേ? എന്തിനെന്നെ വിളിച്ച മനജേ? എന്താ പ്രശ്നം? എന്റെ മെമ്പറെ രാവിലെ തുടങ്ങിയ രണ്ടെണ്ണം. ഇറങ്ങി പോടാ. അതിനെന്താ? നീ എവിടേക്ക് പോണേ? ഇറങ്ങി പോവാൻ പറഞ്ഞു. എടാ ഇത് നിന്റെ വീടല്ലേ? ഓ കിടക്കണ കിടപ്പുണ്ടല്ലേ, സ്വന്തം വീട്ടിൽ കിടക്കണവരെയോ? ഇറങ്ങി പോടരുത്. ഇറങ്ങി പോടരുത്. അമ്പട പോനെ തെറ്റട പോനെ നാണക്കേട് വിചാരിക്കണ്ടടാ. നിന്നേക്കാൾ വലിയ കുടിയന്മാരെ കണ്ടവനാണ് ഞാൻ. എന്നെ പറഞ്ഞു നോക്കണ്ടാ. എന്റെ ഒരു പേരില് മതിയുടെ നിന്നെ പിടിക്കാൻ. തോമച്ചായ ഒന്ന് നിന്നേ. എന്താ മെമ്പറെ? തോമച്ചായ, ആ വനജയുടെയും പിള്ളേരുടെയും കാര്യം ഭയങ്കര കഷ്ടത്തിലാ. അവൻ്റെ കാര്യം അറിയാലോ, ഫുള്ളായിട്ട് കൂടിച്ചേർക്കുന്ന മനുഷ്യൻ. അവരാണെങ്കിൽ ഒരു വാടക വീട്ടിൽ താമസിക്കുന്നത്. വീടില്ലേ? ഇല്ലെന്നേ, അവരിപ്പോഴും വാടക വീട്ടിൽ താമസിക്കുന്നേ. വാടക കൊടുക്കാനുള്ള അവസ്ഥയില്ല.
നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്നാൽ മെമ്പർ ഒരു കാര്യം ചെയ്യും, ഒരു ചെറിയ വീട് പണിയാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കും. പൈസ ഞാൻ തന്നേക്കാം. ഓ, വലിയ ഉപകാരം, വളരെ സന്തോഷം. ആയി. എന്ന് ഞാൻ ഓ, സന്തോഷം കൊണ്ടാന്ന് തോന്നുന്നു വണ്ടി സ്റ്റാർട്ടാവുന്നല്ലോ. ആ, എന്നാ ശരിയേട്ടാ. ആ ആ, നീ എപ്പോ എത്തി? ആ അച്ചായനെപ്പ എത്തി? ഞാൻ വെളുപ്പിനെ വന്നു. അമേരിക്ക എന്നുള്ള യാത്രയല്ലേ, 16 മണിക്കൂർ പ്രതിഷ്ഠ പോലെ ഇരിക്കണം. വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം? വീട്ടിലെ അവസ്ഥ അറിയാലോ. ആ പിന്നെ വായനശാലക്കാര് വീട് പണി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഉം. ആരാന്നറിയില്ല, ആരോ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പണിയൊക്കെ എങ്ങനെയുണ്ടല്ലോ സാറേ? കുറവാ. അതെന്തേ? ഉള്ള പണികളൊക്കെ ബംഗാളികൾ കൊണ്ടുപോയില്ലേ. ആ, ഇനിയിപ്പൊ ഞാൻ ബംഗാളിൽ പോയാൽ പണി കിട്ടുമായിരിക്കും. അതെങ്ങനെ? എല്ലാ ബംഗാളികളും ഇങ്ങോട്ട് വന്നില്ലേ, ഇനി എന്തായാലും അവിടെ പോയ പണി ഉണ്ടാവും. അതെ, ചേട്ടൻ പറഞ്ഞത് ശരിയാ. ആ. ഇവിടുത്തെ ആളുകളൊക്കെ വിദേശത്താ. പിന്നല്ലേ, കേരളം ബംഗാളികൾ കൊണ്ട് നിറയും. അതാ ചില രാഷ്ട്രീയക്കാർ പറയണത് കേരളം മറ്റൊരു ബംഗാളാവൂന്ന്. എന്റെ ലാസറേ, അത് വേ ഇത് റേ. ബംഗാൾ എന്തായാലും കേരളം ആവൂല, കാരണം അവിടെ മദ്യപാനികൾ കുറവാന്നേ. ദാ, അതെ, ഒരല്പം നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ. 30 രൂപയ്ക്കൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. വെയിറ്റ് ചെയ്യണമെങ്കിൽ 50 രൂപ തരണം. ഓ, ഒന്ന് വെയിറ്റ് ചെയ്യും മോനെ, ഞാൻ ഇപ്പോൾ വരൂടാ. 30 രൂപ കൊണ്ട് അമേരിക്കക്കാരൻ വന്നിരിക്കണം. തോമച്ചാ, സാധാരണ സ്കൂട്ടറിലല്ലേ വരാറ്? സ്കൂട്ടർ പോയി അയാൾക്ക് ഫോൺ വരും, പിന്നെ ആശുപത്രിയിൽ വേറെ ചെലവാവും. അമേരിക്കയിലേക്ക് എന്നാ പോണേ? അടുത്ത ആഴ്ചയാവും. ചേട്ടോ, അമേരിക്കയിൽ വല്ല തൂപ്പാപ്പണി ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. മിണ്ടാത്തതിൽ ഭേദമല്ല കൊഞ്ഞപ്പ്. തൂമ്പാപ്പണിയാ? നിനക്ക് അവിടെ അംബാസഡർ പണി മേടിച്ചാലടാ. വേണ്ടായിരുന്നു, ഫെയില് കിടന്ന പാമ്പിനെടുത്ത്. തോമാച്ചിന്റെ ഒരു ഭാഗ്യേ, മക്കളായിട്ട് ഇങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായില്ലോ. അയാൾ എന്തെല്ലാം നല്ല കാര്യം ചെയ്യണേ. ഓ, അത് അയാൾ കാശുകാരനായിട്ടല്ലേ. അതല്ല, ചെയ്യണ കാര്യങ്ങൾ പറയാണ്ട് പറ്റുമോ? ഓ പിന്നെ, അയാളെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ? എന്തും മനുഷ്യനടപ്പ അയാള്. ഹോ, കഷ്ടം. ആ തോമാച്ചായനോ? വരീത് അച്ചായൻ വെളുപ്പിനെത്തി. ആ. കേറി വാ. വരീത് എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ? നീ അമേരിക്ക പോയിട്ട് ആളങ്ങ് മാറിപ്പോയല്ലോ. നീ വാ, ഇരിക്ക. ആ, നീയും അമേരിക്ക പോണെന്ന് കേട്ടല്ലോ. പറ പറ, അമേരിക്കൻ വിശേഷങ്ങളൊക്കെ പറ. അമേരിക്ക. ആ, എന്തായാലും അമേരിക്കക്ക് പോവാൻ പറ്റിയല്ലോ, വളരെ ഭാഗ്യായില്ലേ? ഭാഗ്യമാണ്, പക്ഷെ പോകേണ്ടിയിരുന്നത് നല്ല പ്രായത്തിലായിരുന്നു. എന്താ എന്താ നിനക്ക് പറ്റിയേ? തോമാച്ച, നമ്മുടെ കുട്ടികൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ചില ദിവസങ്ങളിൽ നമ്മൾ നേരം വൈകി വരും. അപ്പം നമ്മുടെ മക്കൾ ഓടി വന്ന് നമ്മളെ കെട്ടിപ്പിടിക്കും. അതെ, നമ്മുടെ മക്കൾക്ക് എപ്പോഴും നമ്മളെ ഇഷ്ടമാണ്. മോൻ രാവിലെ ജോലിക്ക് പോകും. പിന്നെ മരുമകൾ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങും. പേരക്കിടാങ്ങൾക്കാണെങ്കിൽ എൻ്റെ ഭാഷയും അറിയില്ല. എല്ലാം സഹിക്കാൻ തന്നെ. എന്നാലും നമ്മുടെ മക്കളല്ലേ, എല്ലാം സഹിച്ചല്ലേ പറ്റൂ. സഹിക്കാം, മക്കളോടൊപ്പം എല്ലാം സഹിക്കാം. ഒരു പരിചയക്കാരും ഇല്ലാത്ത, ഭാഷ അറിയാത്ത നേഴ്സിംഗ് ഹോമിൽ കുറേയേറെ കാലം. നീ സ്വർഗത്തിൽ ജയിലെന്ന് കേട്ടിട്ടുണ്ടോ? അതായിരുന്നു അവിടെ. വീട്ടുകാരുമില്ല, നാട്ടുകാരുമില്ല.
അതൊന്നും സാരമില്ലടാ, നീ വാ നടക്ക്. അതെ, കേൾക്കാനും കാണാനും ഒക്കെ അമേരിക്ക നല്ലതാ. ഇനിയുള്ള കാലം ഞാൻ എൻ്റെ ഈ നാട്ടിൽ തന്നെയാണ്. അതെ, എന്താ ഭാസ്കര, എന്താ കരയണേ? ഇവിടെ സാറ് പോവല്ലേ, അമേരിക്കയിൽ പോവല്ലേ? അതുകൊണ്ടാ കരയണേ? സാറ് പോയല്ലേ, ഞാൻ എങ്ങനെ കാശ് കൊടുക്കാണ്ട് സാധനിക്കും? നീ പോടാ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി വളരെ സ്നേഹത്തോടെ ആദരവോടുകൂടി നമ്മുടെ തോമാച്ചായന് യാത്രയയപ്പ് നൽകുകയാണ്. എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് നമ്മുടെ വായനശാലയ്ക്ക് വേണ്ടി വളരെ സ്നേഹത്തോടെ നമ്മുടെ അംബുജാക്ഷിയമ്മയെ ക്ഷണിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ പരിപാടി അവസാനിക്കുകയാണ്. ചായ കുടിച്ചിട്ട് പിരിയാം. ഈ യോഗ നടപടികൾ അവസാനിച്ചായിട്ട് അറിയിക്കുകയാണ്. ഹലോ തോമാച്ചാ, ഇത് ഞാനാ, അച്ഛനാ. അച്ചോ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പോഴേ എന്തായി ഇങ്ങോട്ടുള്ള വരവ്? എല്ലാം തയ്യാറായച്ചാ. മക്കളെ കാണാൻ കൊതിയായി. അവരെന്നെ കാണാൻ കൊതിച്ചിരിക്കുകയായിരിക്കും അല്ലേ? തോമാച്ചാ, നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല കാര്യങ്ങൾ. കർത്താവിൻ്റെ പ്രതിപുരുഷനായി എനിക്ക് അത് പറയാൻ പാടില്ല. എങ്കിലും പറയാതിരിക്കുന്ന എങ്ങനെ? തോമാച്ചൻ അമേരിക്കയ്ക്ക് വരുന്നത് തോമാച്ചൻ്റെ മക്കൾക്ക് ഇഷ്ടമല്ല. നിന്റെ കാര്യത്തിൽ എനിക്ക് പ്രയാസമുണ്ട്. പക്ഷേ നിന്റെ മൂത്ത മോക്ക് നിന്നെ കാണാൻ വളരെ ആഗ്രഹമുണ്ട്. എല്ലാവരും സ്വാർത്ഥരാ. ജന്മം തന്നവരും ത്യാഗം സഹിച്ചവരും ഒക്കെ പടിക്ക് പുറത്തായി. ഏതായാലും നീ ടിക്കറ്റ് എടുത്തിരിക്കുമല്ലേ, നീ വാ. ഞാനൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ആ, നീ വിഷമിക്കണ്ട, എല്ലാം കർത്താവ് കാത്തോളും. എന്നാ വെച്ചോ. സത്യം പറയാലോ മെമ്പറേ, എനിക്ക് അമേരിക്കയ്ക്ക് പോകാൻ ഒരു താല്പര്യമില്ല. പിള്ളേർക്കൊന്ന് കണ്ടിട്ടോ ആ തോമച്ചായ. പിന്നല്ലാണ്ട് ഒന്ന് പോയിച്ചു വാടാ. നിങ്ങളുടെ വാഹനങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഇതാ ആശ്വാസം. എല്ലാത്തരം വാഹനങ്ങളും ഇലക്ട്രിക്കും ഹൈബ്രിഡ് ഉൾപ്പെടെ മെക്കാനിക്കൽ കൊളീഷൻ റിപ്പയറുകൾക്ക് ഒരേ ഒരു പേര്. മികച്ച ടെക്നീഷ്യന്മാർ, മികച്ച പാർട്സ്, അതുല്യ സേവനം. ട്രസ്റ്റസ്, ഡ്രൈവ് ഔട്ട്, വറി ഫീൽ. ഗ്ലോബൽ കൊളീഷൻ ആൻഡ് ബോഡി വർക്ക്സ്, കോങ്കേഴ്സ്, ന്യൂയോർക്ക്. ഓൾ കാർസ്, ടോട്ടൽ കെയർ, സീറോ വറീസ്.